ചാരപ്രവർത്തനത്തിൽ പേരുകെട്ട ഒരു രാജ്യവും അവരുടെ ചാരസംഘടനയുമാണ് മൊസാദ്. മൊസാദിന് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ മറ്റൊരു പൊൻതൂവൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സംഭവ വികാസം. അതായത് ഇറാന്റെ മണ്ണിൽ കടന്നു കയറി വർഷങ്ങളായി മൊസാദിലെ ചാരന്മാർ നടത്തിയ പ്രവർത്തനം വിജയം കണ്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നേർക്ക് ഇറാൻ അനവധി മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ഇറാനിലെ ടെഹ്റാൻ വിമാനത്താവളം തകർത്തു. അത് പുറത്തു നിന്നുള്ള ഒരു മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ആയിരുന്നില്ല, ഇറാന്റെ മണ്ണിൽ നിന്നുള്ള ഒരു ആക്രമണമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് കഴിഞ്ഞ കുറെ കാലമായി ഇസ്രയേലിലെ മൊസാദിന്റെ ചാരന്മാരുമൊക്കെ ഇറാനിൽ കടന്നു കയറി ഭൂഗർഭ നിലകളിൽ ഡ്രോണുകളും മറ്റു സംവിധാനങ്ങളുമൊക്കെ വിന്യസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ എവിടെയും ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകാം. അതിന് ഈ ഫൈറ്റർ ജെറ്റുകളുടെ ആവശ്യമില്ല, ബാലിസ്റ്റിക് മിസൈലുകളുടെ ആവശ്യമില്ല. അത്തരത്തിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ ഭീതിയും. ഏതായാലും ഇറാനിൽ ചാരന്മാരുണ്ട്, ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള ചാരന്മാരുണ്ട് എന്നുള്ളത് നേരത്തെ മുതൽ വരുന്ന റിപ്പോർട്ടാണ്. ഹരിയുടെ വധവുമായി ബന്ധപ്പെട്ട് അനവധി സൈനിക ഉദ്യോഗസ്ഥരെ അകത്താക്കുകയും ചിലരെ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുകയും ഒക്കെ ഇറാൻ ചെയ്തിരുന്നു. അന്ന് തന്നെ ഇറാന്റെ മന്ത്രിമാർ പലരും പരസ്യമായി പറഞ്ഞിരുന്നു, പലരും മൊസാദിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസം. അതായത് ഇറാനിൽ തന്നെ ഇസ്രയേലിലെ രഹസ്യമായ ഭൂഗർഭ ഈ ആക്രമണ നിരകളും ഒപ്പം തന്നെ ആക്രമണ സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൽ നിന്നൊക്കെ തൊടുത്തുവിടുന്ന ആയുധങ്ങൾക്ക് ഇല്ലെങ്കിൽ തൊടുത്തുവിടുന്ന ആക്രമണങ്ങൾക്ക് ആ സമയം തന്നെ തിരിച്ചടി നൽകാൻ കഴിയുന്നതും. ഏതായാലും ടെഹ്റാനിൽ നടന്ന വിമാനത്താവളത്തിൽ നടന്ന ഇസ്രയേലിന്റെ ആക്രമണം പുറത്തുനിന്നായിരുന്നില്ല, അകത്ത് തന്നെ ഉള്ളതായിരുന്നു. അതിനർത്ഥം ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ ഇസ്രയേൽ ഇതുപോലെ ഭൂഗർഭ നിലയങ്ങൾ സ്ഥാപിക്കുകയും അവിടെയൊക്കെ ഡ്രോണുകളും മറ്റായുധങ്ങളും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.